ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, നമസ്കാരം. ഇന്നത്തെ റെസിപ്പി നമ്മളെ കണ്ണൂരിൻ്റെ സ്പെഷ്യലായിട്ടുള്ള കല്ലുമ്മക്കായ നിറച്ച് പൊരിച്ചതിൻ്റെ റെസിപ്പിയാണ്. കല്ലുമ്മക്കായ നിറക്കുന്നത് എല്ലാവർക്കും അറിയുന്ന റെസിപ്പി തന്നെ ആയിരിക്കും. എന്നാലും എൻ്റെ ഒരു രീതിയിൽ ഞാൻ എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത്. ആദ്യം നമുക്ക് അരി കുതിർത്തിയെടുക്കാനുള്ള വെള്ളം ഒന്ന് ചൂടാക്കിയെടുക്കുക. വെള്ളം തിളപ്പിക്കേണ്ട ആവശ്യമില്ല. തിളക്കുന്നതിൻ്റെ തൊട്ട് മുന്നേ ഉള്ള സ്റ്റേജ് ഉണ്ടല്ലോ, ഇതുപോലെ ബബിൾസ് വരുന്ന ആ ഒരു സമയത്ത് തീ ഓഫ് ചെയ്ത് ഇതിലേക്ക് 1 കപ്പ് പുഴുങ്ങലരി ചേർത്ത് കൊടുക്കുക. നിങ്ങൾ ചോറ് വെക്കാൻ ഉപയോഗിക്കുന്ന ഏത് പുഴുങ്ങലരി വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. എന്നിട്ട് ഒരു തവി വെച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അടച്ച് വെച്ചിട്ട് ഇതൊരു 5-6 മണിക്കൂർ കുതിരാൻ വേണ്ടി മാറ്റി വെക്കുക. ഒരു 5 മണിക്കൂറിന് ശേഷം അരി നന്നായിട്ട് കഴുകി വെള്ളമൊക്കെ കളഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇത്രയും കാര്യങ്ങൾ ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ 2 ചെറിയ പച്ചമുളക് എടുത്തിട്ടുണ്ട്, ഒരു ചെറിയ സവാളയുടെ പകുതി, പിന്നെ ഒരു കൈപ്പിടി മല്ലിച്ചപ്പ്. ഇത്രയും കാര്യങ്ങൾ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/4 കപ്പ് തേങ്ങ ചിരവിയത് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ 1.5 ടീസ്പൂണ് വലിയ ജീരകവും 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഞാനിപ്പം 2 ബാച്ചസ് ആയിട്ടാണ് അരി അരച്ചെടുത്തേക്കുന്നത്. ഒരുപാട് വെള്ളം ചേർത്ത് ലൂസാക്കി അരക്കരുത്. നമ്മൾ ഇഡ്ഡലി മാവിനൊക്കെ അരക്കുന്ന പോലെ ഇത്തിരി കട്ടിയിൽ വേണം അരച്ചെടുക്കാൻ. അപ്പം ഇതാണ് ഈ ഒരു മാവിൻ്റെ കൺസിസ്റ്റൻസി. അധികം ലൂസും അല്ല, അധികം കട്ടിയല്ല. നമ്മൾ ഇഡ്ഡലി മാവിനൊക്കെ അരക്കുന്ന ആ ഒരു പാകത്തിൽ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറേശ്ശെ അരിപ്പൊടി ചേർത്തിട്ട് നമുക്ക് ഈ മാവ് ഒന്ന് ടൈറ്റാക്കി എടുക്കാം. നിങ്ങൾ പത്തിരിയൊക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന പത്തിരിപ്പൊടി യൂസ് ചെയ്താൽ മതി. എന്നിട്ട് നമുക്കിതൊന്ന് ആദ്യം ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് കൈ വെച്ച് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. അധികം ടൈറ്റാക്കിയിട്ട് കുഴക്കരുത്, കാരണം നമ്മൾ ഇതൊന്ന് സ്റ്റീം ചെയ്തെടുക്കാനുള്ളതാണ്. അപ്പം അധികം ടൈറ്റായി കഴിഞ്ഞാൽ കല്ലുമ്മക്കായ കട്ടിയായി പോവും. അപ്പം ഇതുപോലെ മയത്തിൽ നല്ല സോഫ്റ്റായിട്ട് വേണം കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ 1 കിലോ കല്ലുമ്മക്കായ നമ്മളിവിടെ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിപ്പം ഏകദേശം ഒരു 30-32 മീഡിയം സൈസിലുള്ള കല്ലുമ്മക്കായാണ്. അപ്പം നമുക്കിവിടെ ഗൾഫിൽ കിട്ടുന്ന കല്ലുമ്മക്കായയിൽ നാട്ടിലെ പോലെ അധികം കച്ചറയൊന്നും ഉണ്ടാവില്ല. ഓൾറെഡി ക്ലീൻ ചെയ്ത് ഇതുപോലെ തുറന്നിട്ട് വരുന്ന കല്ലുമ്മക്കായാണ്. അതുകൊണ്ടാണ് പിന്നെ ഞാൻ ക്ലീനിങ് പാർട്ടൊന്നും കാണിക്കാണ്ടിരുന്നത്. അപ്പോൾ നമുക്കിനി ഇതിൻ്റെ അകത്തേക്ക് നമ്മുടെ മാവ് നിറച്ച് കൊടുക്കുക എന്നുള്ളതാണ്. ഇതുപോലെ മാവ് ഉരുട്ടിയെടുത്ത് ഇതിൻ്റെ അകത്തേക്ക് വെച്ച് കൊടുക്കുക. പിന്നെ മാവ് ഒരുപാട് കുത്തി നിറച്ച് വെച്ച് കൊടുക്കുന്നതിനേക്കാളും ടേസ്റ്റ് ഇതുപോലെ ഒരു പകുതി തുറന്നിട്ട് മാവ് വെച്ച് കൊടുക്കുന്നതാണ്. അപ്പോഴാണ് കല്ലുമ്മക്കായ നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പം ഇതേപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള കല്ലുമ്മക്കായും കൂടെ നിറച്ചെടുക്കാം. മുഴുവൻ കല്ലുമ്മക്കായും നിറച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഒരു 3 കല്ലുമ്മക്കായൊക്കെയുള്ള അരിമാവ് ബാക്കിയുണ്ട്. അത് വെറുതെ ഇതുപോലെ ഒന്ന് ഉരുട്ടിയിട്ട് ഇതിൻ്റെ കൂടെ തന്നെ ഇട്ടിട്ട് വേവിച്ചെടുക്കുകയാണെങ്കിൽ നമ്മൾ മുളക് മുക്കി പൊരിക്കുന്ന സമയത്ത് അതും കൂടെ പൊരിക്കുകയാണെങ്കിൽ കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടാവും. വെള്ളം നന്നായിട്ട് തിളച്ചിട്ടാകുമ്പം നമുക്കിത് അടച്ച് വെച്ച് ഒരു മീഡിയം ഫ്ലെയിമിൽ 15 മുതൽ 20 മിനിറ്റ് വരെ വേവിച്ചെടുക്കാം. ഇപ്പോൾ കല്ലുമ്മക്കായ നന്നായിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ നന്നായിട്ട് ചൂടൊക്കെ ആറിയിട്ടുണ്ട്. നന്നായിട്ട് ചൂടാറിയിട്ട് വേണം നമ്മൾ ഈ തോടിൽ നിന്ന് ഇത് ഇളക്കി മാറ്റാൻ വേണ്ടിയിട്ട്. അപ്പോൾ ചില സമയത്ത് ഇപ്പോൾ നമുക്കിങ്ങനെ വലിക്കുമ്പോൾ തന്നെ ഇളകി വരും. അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ കല്ലുമ്മക്കായുടെ ഒരു ഷെല്ലെടുത്ത് പതുക്കെ ഇങ്ങനെ ഒന്ന് വെടിയിച്ച് കൊടുത്താൽ മതി. ഇനി കല്ലുമ്മക്കായ പൊരിച്ചെടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഞാനിപ്പോൾ ഇവിടെ 2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് എടുത്തേക്കുന്നത്. നിങ്ങൾക്ക് സാധാരണ മുളക് പൊടി യൂസ് ചെയ്യാം. ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പും കുറച്ച് കറിവേപ്പില ഇതുപോലെ ചെറുതായിട്ടൊന്ന് മുറിച്ചെടുത്തതും ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഒന്ന് ചതച്ചെടുത്തതും കൂടെ ചേർക്കുന്നുണ്ട്. നമ്മളിങ്ങനെ ഫ്രൈ ചെയ്യുമ്പം ഇഞ്ചി ഒരു ചെറിയ കഷ്ണം ചേർക്കുകയാണെങ്കിൽ നല്ലൊരു ഫ്ലേവർ ആയിരിക്കും. പക്ഷേ കൂടി പോവാണ്ട് സൂക്ഷിക്കുക. എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് ഇത് ഇത്തിരി ലൂസായിട്ട് വേണം കലക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നമ്മൾ വേവിച്ചെടുത്ത കല്ലുമ്മക്കായ ഓരോന്നായി ഇതിൽ നന്നായിട്ടൊന്ന് മുക്കിയെടുത്ത് ഫ്രൈ ചെയ്തെടുക്കുക. നമ്മളിവിടെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഷാലോ ഫ്രൈ ചെയ്തിട്ടാണ് എടുക്കുന്നത്. വെളിച്ചെണ്ണ തന്നെ യൂസ് ചെയ്യുകയാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. ഇത്രയും കൂടെ ടേസ്റ്റ് കൂടും. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏത് ഓയിൽ വേണമെങ്കിലും യൂസ് ചെയ്യാം. പിന്നെ കല്ലുമ്മക്കായ മുഴുവനും അപ്പം തന്നെ ഇതുപോലെ പൊരിച്ചെടുക്കണമെന്നൊന്നുമില്ല. നമുക്ക് ആവശ്യമുള്ളത് മാത്രം ഇതുപോലെ മുളക് മുക്കി പൊരിച്ചാൽ മതി. ബാക്കിയുള്ളത് ഒരു
ബോക്സിലാക്കി നന്നായിട്ട് അടച്ച് ഫ്രീസറിൽ സ്റ്റോർ ചെയ്യാം. നമുക്ക് ആവശ്യമുള്ളപ്പം അത് പുറത്തെടുത്ത് അതിൻ്റെ ഐസ് പോയിട്ടാകുമ്പം ഇതുപോലെ മുളക് മുക്കി പൊരിച്ചെടുത്താൽ മതി. ഇതുപോലെ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേഗം തിരിച്ചു മറിച്ചിട്ടിട്ട് ഫ്രൈ ആക്കി എടുക്കാം. നമുക്കിതിനി വേറെ ഒരുപാട് വേവിക്കാനൊന്നുമില്ല, ജസ്റ്റ് ആ പുറത്തുള്ള ആ ഒരു മുളക് മാത്രം ഒന്ന് ഫ്രൈ ആയി കിട്ടേ വേണ്ടൂ. അപ്പോൾ പെട്ടെന്ന് തന്നെ ഇതുപോലെ തിരിച്ചിട്ടിട്ട് വേഗം ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ ഇതാ നമ്മുടെ കല്ലുമ്മക്കായൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരുപാട് മൊരിച്ച് ഹാർഡാക്കി എടുക്കരുത്, പിന്നെ കുറച്ച് ചൂടാറുമ്പോൾ തന്നെ കഴിക്കാൻ നമുക്ക് അത്ര സുഖം ഉണ്ടാവില്ല, ഒരു ഹാർഡായ പോലെ ഉണ്ടാവും. അപ്പം ഈ ഒരു രീതിയിൽ ഫ്രൈ ചെയ്തെടുക്കുക. ഇനി അടുത്തത് ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഇതൊക്കെ ഒരു ടിഷ്യൂ പേപ്പർ വെച്ച് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തിട്ട് വേണം അടുത്ത ഓയിൽ ഒഴിച്ചിട്ട് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ കല്ലുമ്മക്കായൊക്കെ റെഡി ആയിട്ടുണ്ട്. ചൂടുള്ള കല്ലുമ്മക്കായും പിന്നെ ഒരു കട്ടൻ ചായയും കൂടെ ഉണ്ടെങ്കിൽ പിന്നെ ഒന്നും പറയാനില്ല. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻഷാ അല്ലാഹ് അടുത്ത നല്ലൊരു റെസിപ്പി ആയിട്ട് നമുക്ക് വേഗം കാണാം. Thank you and thank you for watching.